മീൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് മീൻ പത്തിരി. അതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള 3 കപ്പ് കുറുവ റൈസാണ് ഞാൻ എടുത്തത്. ഒന്നുകിൽ വെള്ളക്കുറുവ അല്ലെങ്കിൽ പൊന്നിയരി. ഏത് അരിയായാലും കുഴപ്പമില്ല. പുഴുങ്ങലരി ആയാൽ മതി. അപ്പോൾ ചൂടുവെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും 5-6 അല്ലി ചെറിയുള്ളിയും 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകവും കുറച്ച് വെള്ളവും ചേർത്തിട്ട് അതും നന്നായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ അരച്ച അരിയിലേക്ക് ഇതും കൂടെ ചേർക്കുക. ഇനി ഇതിനെ ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റോട്ടിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതും പുഴുങ്ങലരിൻ്റെ പൊടിയാണ്, വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. കൈ കൊണ്ട് ഉരുട്ടാൻ പറ്റുന്ന പാകത്തിൽ കുഴച്ച് വെക്കുക. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങാണ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ സൈസിലുള്ള ചെമ്മീനാണ്. അതൊന്ന് 2 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്കിത് കോരിയെടുക്കാം. ചെമ്മീനായതുകൊണ്ട് ഒരുപാട് നേരം ഫ്രൈ ചെയ്യണ്ട. ഇനി ആ സെയിം ഓയിലിലേക്ക് തന്നെ ഒരു 3 വലിയ സൈസുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, കൊത്തി അരിഞ്ഞ ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അതും ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 2 തക്കാളിയും. തക്കാളി അധികം പഴുക്കാത്തത് നോക്കിയിട്ട് എടുക്കണേ. എന്നിട്ട് ഇതാ തക്കാളി ഒന്ന് വേവണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികൾ ചേർത്തിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു അരപ്പ് ഒഴിക്കാനുണ്ട്. അതിനൊരു കപ്പ് തേങ്ങയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. അരച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. ഈ അരക്കുന്നത് 2 തരത്തിൽ അരക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ ചമ്മന്തി പോലെ ഒതുക്കിയിട്ട് ചേർക്കും, ചിലർ നന്നായിട്ട് അരച്ചിട്ടും ചേർക്കും കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും അരക്കാം. ഞാൻ നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ വാഴൻ്റെ ഇലയിലേക്ക് ഞാൻ കുറച്ച് വാഴൻ്റെ ഇല വാട്ടി കൊണ്ടുവന്നിട്ട് അതിൽ എണ്ണ പുരട്ടിയിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതിലേക്ക് വെച്ചിട്ട് പരത്തിയെടുക്കുക. എത്ര വലുപ്പത്തിലുള്ള പ്ലേറ്റ് ആണോ നമ്മളെ കയ്യിലുള്ളത് ആ വലുപ്പത്തിനനുസരിച്ച് ഇത് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ പ്ലേറ്റിൽ അല്ല പരത്തുന്നത്, ഇതേപോലെ തന്നെ ഇറക്കി വെക്കുകയാണ് ചെയ്യണം കേട്ടോ, ഈ ഒരു വാഴൻ്റെ ഇലയിൽ. ഇനി ആദ്യം ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല വെച്ചിട്ട് പൊരിച്ച ചെമ്മീനും വെക്കുക. വേറൊരു പത്തിരി ഇതേപോലെ പരത്തിയിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ആവിച്ചമ്പിൽ അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഇപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള നമ്മളെ പുഴുങ്ങല റോട്ടി അല്ലെങ്കിൽ പുഴുങ്ങപ്പത്തിരി അല്ലെങ്കിൽ മീൻ പത്തിരി എന്ന് പറയുന്ന അടിപൊളി സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു ടെക്സ്ചറിലാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. എലിയാൻസ് കിച്ചൺ ഫോളോ ചെയ്യാൻ മറന്നു പോകരുത്.